ഹലോ, ഇന്ന് രാവിലെ എണീച്ച് കണി കണ്ടത് ഇവനെയാണ്. ഇവനെന്തോ കല്യാണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്തോ സാധനം എടുക്കാനായിട്ട് വന്നതാണ് വീട്ടിലായിട്ട്. പിന്നെ മുമ്പുള്ള വീഡിയോസിലൊക്കെ കണ്ടുണ്ടാവും. എൻ്റെ നൗഫലിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പം ഞങ്ങൾക്കും ഉണ്ടായിരുന്നു ആ കല്യാണം, ഞങ്ങളെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കല്യാണം ഉണ്ടായിരുന്നു. നൈറ്റ് റിസപ്ഷൻ ആയിരുന്നു അവിടെ കല്യാണം. അങ്ങനെ രാവിലെ ഞങ്ങൾ റെഡിയായി കല്യാണത്തിന് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഈ പോകുന്ന കല്യാണം എന്ന് പറഞ്ഞാൽ എൻ്റെ കോളേജിൽ പഠിച്ച ഫ്രണ്ടിൻ്റെയാണ്. അവളുടെ എൻഗേജ്മെൻറ്റിന് പോയ വീഡിയോ ഞാൻ ഇതിനകത്ത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പെരുമ്പാവൂരായപ്പോഴത്തേക്കും നല്ലോണം ബ്ലോക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം സൺഡേയും കൂടെ ആയതുകൊണ്ട് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ മ്യൂസിക്കൊക്കെ കേട്ടാണ് ചില്ല് ചെയ്തിട്ടാണ് പോയത്. മറ്റുള്ള ഫ്രണ്ട്സുകളൊക്കെ അവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മാത്രം കുറച്ച് ലേറ്റായി ബ്ലോക്കിൽ കിടന്നുകൊണ്ട്. പിന്നെ എൻഗേജ്മെൻറ്റ് എന്ന് പറയുന്നത് അവളുടെ വീട്ടിൽ വെച്ചായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ലൊക്കേഷൻ ഇട്ടിട്ടും ഞങ്ങൾക്ക് പെട്ടെന്ന് എത്താൻ പറ്റി. ഇതെന്ന് പറഞ്ഞത് ഓഡിറ്റോറിയം ആയിരുന്നു. ഏതോ ഒരു അമ്പലത്തിൻ്റെ സൈഡിലുള്ള ഓഡിറ്റോറിയം എന്നാണ് അവൾ പറഞ്ഞത്. അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി കുറച്ച് വഴി തെറ്റിയായിരുന്നു. പിന്നെ എൻ്റെ കയ്യിൽ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് ലൊക്കേഷൻ ഇട്ട് നൗഫൽ എനിക്ക് തരില്ല. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ ആ വൈബിൽ പാട്ടൊക്കെ പാടിയിരുന്നു. നമ്മുടെ ഫോണിലേക്ക് നോക്കില്ല, വേറെ സ്ഥലത്തേക്കൊക്കെ ചെന്ന് എത്തും. അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിലേക്ക് ഫോൺ തരാറില്ല. നൗഫൽ എന്നെ ലൊക്കേഷൻ നോക്കി പോവാറാണ് പതിവ്. ഇത്രയും നേരം എൻ്റെ കൂടെ പാട്ടൊക്കെ പാടി വൈബടിച്ചിരുന്ന ആളാണ്. ക്യാമറ കണ്ടപ്പോഴത്തേക്കും നൗഫൽ പാട്ടൊക്കെ നിർത്തി ഡീസൻ്റായിട്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ചങ്ങ് നീങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം കാണാനായിട്ട്. നല്ല മഴയൊക്കെ പെയ്ത് കിടക്കണോണ്ടാന്ന് തോന്നുന്നു. കഴിഞ്ഞ എൻഗേജ്മെൻറ്റ് വന്നപ്പോഴും ഞങ്ങൾ ഈ വഴി കൂടെ തന്നെയാണ് പോയത്. പക്ഷെ എനിക്ക് ഇത്രയും ബ്യൂട്ടി തോന്നിയില്ല. ഇപ്പോൾ ഈ പ്രാവശ്യം വന്നപ്പോൾ നല്ല മഴയൊക്കെ പെയ്ത് റോഡൊക്കെ അടിപൊളിയായിട്ട് കിടക്കുന്നതുകൊണ്ടും പിന്നെ ആ ഗ്രീനറി ഒക്കെ കണ്ടുകൊണ്ടാന്ന് തോന്നുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ കല്യാണ വീട്ടിലെത്തി. ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. ഒരു ഫോട്ടോ എടുക്കാൻ പോലും കയറിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ വന്ന് ഫോട്ടോയൊക്കെ എടുത്ത് എല്ലാവരൊക്കെ ആയിട്ട് ഫോട്ടോയൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ ഇതാണ് ചെറുക്കനും പെണ്ണും. മറ്റേ ചെറുക്കൻ്റെ പേര് ശ്രീലാൽ, പെണ്ണിൻ്റെ പേര് അക്ഷര. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാനായിട്ടിരുന്നു. ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും നല്ലോണം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. അങ്ങനെ ചെറിയ വിഷമവും സന്തോഷം കൊണ്ട് അവൾ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ കുറേ സമാധാനിപ്പിച്ചു. അങ്ങനെ അവളവിടെ കാറിലൊക്കെ കയറി യാത്രയായിട്ടുണ്ട്. ഞങ്ങളുടെ അടുത്ത് ടാറ്റയൊക്കെ പറഞ്ഞ് എത്തണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ടാറ്റയൊക്കെ പറഞ്ഞ് വിട്ടിട്ടുണ്ട്. ഓഡിറ്റോറിയത്തിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു അമ്പലം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഞങ്ങളവിടെ കുറേ നേരമൊക്കെ ഇന്ന് കുറച്ച് വീഡിയോസൊക്കെ ഇട്ടെടുത്തിട്ടാണ് ഞങ്ങൾ പോകുന്നത്. പിന്നെ ഞങ്ങൾ അവളുടെ അമ്മേനെയും കണ്ടായിരുന്നു. അമ്മയടുത്ത് യാത്രയൊക്കെ പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. തിരിച്ച് ഞങ്ങൾ പോന്നപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു. ഞങ്ങൾ ഇറങ്ങാറായപ്പോൾ നല്ല മഴക്കോളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി പെട്ടെന്ന് തന്നെ വീട്ടിലെത്താൻ നോക്കി. നൈറ്റ് ഞങ്ങൾക്ക് വെഡ്ഡിങ്ങിന് പോകാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നൗഫലിൻ്റെ ഒരു ഫ്രണ്ട് ഗൾഫിലോട്ട് പോവുകയാണ്. അപ്പോൾ അവനെ കാണാനായിട്ട് ഒന്ന് വന്നു. അവിടെ ചെന്നപ്പോൾ ഫുഡ് കഴിക്കാണ്ട് അവർ വിടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാനായിട്ടിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഒരു സൺഡേ വ്ളോഗ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.